നിങ്ങളുടെ അച്ഛൻ പറയുമ്പോൾ അമ്മ നാട്ടിലെ പ്രമാണിമാർക്ക് പായ് വിരിക്കുന്നത് പോലെ എനിക്ക് പറ്റില്ല സതീഷേട്ടാ. കണ്ണീരൊഴുക്കി മുഖമാകെ പടരുമ്പോഴും വീരോടെ തന്നെ നോക്കി പറയുന്നവളുടെ മുഖമടിച്ച് വീണിരുന്നു സതീശന്റെ വലങ്കൈ. ഞാനൊന്ന് ഇത്തിരി താഴ്ന്നു തന്നെന്ന് വിചാരിച്ച് വായിൽ വരുന്നത് എന്തും എന്നോട് വിളിച്ചു പറയാമെന്ന് കരുതരുത് അലീന. ദേഷ്യം കൊണ്ട് വിറച്ച അലീനയെ അടിച്ച് തന്റെ കൈയൊന്ന് കൂട്ടി തിരുമി സതീശൻ. സതീശേട്ടൻ താഴ്ന്നു തരട്ടെ എന്റെ മുമ്പിൽ, അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അടികൊണ്ട് തിണർത്ത ഇടം കവളിൽ കൈ അമർത്തി ഇടറി അലീന പറഞ്ഞതും അവളെ ദേഷ്യത്തിൽ വീണ്ടും നോക്കി സതീശൻ. അതെ, നിന്റെ ആഗ്രഹം എന്നെ എന്റെ വീട്ടിൽ നിന്നും എന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് നിന്നും അടർത്തി മാറ്റി നിന്റെ മാത്രമായി കൊണ്ടുപോവുക എന്നതാണല്ലേ? പരിഹാസത്തിൽ സതീശൻ പറയുമ്പോൾ അവനെ മിഴിച്ചു നോക്കി അലീന. മിഴിച്ചു നോക്കണ്ടടി നീ. എന്നോടമ്മ പറഞ്ഞു ഈ പേരിലാണ് നീ വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നതെന്ന്. എന്റെ അമ്മ നുണ പറഞ്ഞതൊന്നുമല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. നീ മുമ്പ് പലതവണ എന്നോട് ഇതേ കാര്യം അറിഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കറിയാം. നീ വീട്ടിൽ ചെയ്തതും പറഞ്ഞതും മാത്രമേ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്ത ഒരു കുറ്റം പോലും നിന്നെ പറ്റി അമ്മ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ നീ ഇപ്പോഴും പറഞ്ഞെന്താടി? ആരെ പറ്റിയാണടി? ഇത്രയും താരം താഴ്ന്നവളായിരുന്നോ നീ? അലീനയോടുള്ള ദേഷ്യവും വെറുപ്പും നിറഞ്ഞു നിന്നിരുന്നു സതീശന്റെ വാക്കുകളിൽ. ഒരക്ഷരം പോലും തിരികെ മറുപടി പറയാതെ അവനെ നോക്കി നിന്നു അലീനയും. താൻ എന്തു തന്നെ പറഞ്ഞാലും അവന് തന്നേക്കാൾ വിശ്വാസം സ്വന്തം മാതാപിതാക്കളെ തന്നെയാവുമെന്ന് ഉറപ്പുണ്ടവൾക്ക്. അവർക്കിടയിൽ താൻ ഇന്നും അനാഥ തന്നെയാവുമെന്ന് അവളോളം ആർക്കറിയാം. നിന്നെ തിരികെ കൂട്ടിക്കൊണ്ടു പോകാൻ ഉറച്ചു തന്നെയാണ് ആരോടും പറയാതെ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. പക്ഷേ എന്റെ മാതാപിതാക്കളെ പറ്റി ഇത്രയും വലിയൊരു ദുഷിപ്പ് നിറഞ്ഞ നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല ലീന. നീ ഇവിടെ തന്നെ നിന്നോ. എന്നിട്ട് ചെയ്തതും പറഞ്ഞതുമെല്ലാം തെറ്റാണെന്ന് തോന്നുമ്പോൾ ഇറങ്ങി വന്നതുപോലെ തിരികെ വന്നേര്. വരുമ്പോൾ എന്റെ അച്ഛനെയും അമ്മയും പറ്റി പറഞ്ഞ അനാവശ്യത്തിന് അവരുടെ കാലിൽ പിടിച്ച് മാപ്പ് പറയാനുള്ള മനസ്സുകൂടി ഉണ്ടാവണം നിനക്ക്. അല്ലാതെ ആ വീടിന്റെ പടി ചവിട്ടില്ല നീ. ഞാനൊരു തെറ്റും ചെയ്യാത്ത കാലത്തോളം അങ്ങനെ ഒരു മാപ്പ് പറച്ചിൽ ഉണ്ടാവില്ല സതീഷേട്ടാ. ഈ അനാഥാലയത്തിൽ എന്റെ മരണം വരെ ഞാൻ താമസിക്കേണ്ടി വന്നാലും ആ വീട്ടിലേക്ക് ഞാൻ മടങ്ങി വരികയുമില്ല. ഞാനിവിടെ കാണുന്നതും കേൾക്കുന്നതും ഒന്നും ഇന്നേ വരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. കാരണം ഓരോരുത്തരും ജീവിക്കുന്നത് അവനവന്റെ ഇഷ്ടത്തിനാണ്. മാത്രമല്ല നിങ്ങൾക്കെന്ന വിശ്വാസം അവരെയാണ്, അതൊരു തെറ്റുമല്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, അതായത് അവരുടെ മകന്റെ ഭാര്യയാണെന്ന് പോലും മറന്ന് കുന്നുമേലെ പ്രമാണി ശേഖരന്റെ ഒപ്പം അന്തിക്കൂട്ടി കിടക്കാൻ എന്നെ നിർബന്ധിച്ച നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും എന്റെ മരണം വരെ ഞാൻ ക്ഷമിക്കില്ല സതീഷേട്ടാ. അങ്ങനെ എനിക്ക് നിങ്ങളുടെ ഒപ്പം ജീവിക്കണ്ട. ഉറപ്പുള്ള അവളുടെ വാക്കുകൾ അവളെ തള്ളാനായി വീണ്ടും ഉയർത്തിയ കൈ സ്വയം അറിയാതെ തന്നെ താഴ്ത്തി സതീശൻ. താഴ്ത്തി അവന്റെ കൈയിലേക്കും മുഖത്തേക്കും ഒന്ന് നോക്കി അലീന. തിരികെ കയറി പോയതും നിറഞ്ഞ കണ്ണുകൾ ആരും കാണാത്ത വിധം അനാഥാലയത്തിന്റെ പടിയിറങ്ങി സതീശൻ. അനാഥയായ അലീനയെ കണ്ട് ഇഷ്ടപ്പെട്ടതും തനിക്ക് ആലോചിച്ച് വിവാഹം നടത്തിയതും തന്റെ മാതാപിതാക്കളാണ്. പ്രവാസിയാണ് താൻ. വർഷത്തിൽ 1 മാസത്തെ ലീവിന് വരുന്നവൻ. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ മകളെ പോലെ അണിയിച്ചൊരുക്കി അവളെ അമ്മ കൊണ്ടു നടക്കുമ്പോഴും അവളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അച്ഛൻ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോഴും തനിക്ക് അഭിമാനമാണ് എന്നും തോന്നുന്നത് തന്റെ വീട്ടുകാരെ ഓർത്ത്. ലീവ് കഴിഞ്ഞ് താൻ മടങ്ങിയ ദിവസങ്ങൾ പിന്നിട്ടതും അലീന ഓരോ കുറ്റങ്ങളും പരാതികളും അമ്മയെ പറ്റി പറയുമ്പോഴും അമ്മ അവളെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. വീട് വിട്ട് ഇറങ്ങിപ്പോയി അലീന എന്ന് പറഞ്ഞമ്മ കരച്ചിലോട് കരച്ചിൽ ഇപ്പോൾ സ്വന്തം ചെവിയിൽ മുഴങ്ങുന്നതായി തോന്നി സതീശന്. ആരോടും പറയാതെ വേഗത്തിൽ ലീവ് എടുത്ത് നാട്ടിലെത്തിയതും അലീനയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. പക്ഷേ അവള് പറഞ്ഞത് അതും അവളെ ഒരു മകളായി കണ്ട് അത്രയും സ്നേഹിക്കുന്നവരെ പറ്റി എങ്ങനെ കഴിഞ്ഞവൾക്ക്? ആ ചിന്തയിൽ പോലും നിറഞ്ഞവന്റെ മിഴികൾ. രാത്രിയിലേറെ വളർന്നിരുന്നു അന്ന് സതീശൻ വീട്ടിലെത്തുമ്പോൾ. പറയാതെയുള്ള തന്റെ ഈ വരവിൽ അമ്മയുടെയും അച്ഛന്റെയും മുഖത്തുണ്ടാകുന്ന ഞെട്ടലും പിന്നെയുള്ള അവരുടെ സന്തോഷവുമെല്ലാം മനസ്സിൽ തെളിഞ്ഞതും ആ അവസ്ഥയിലും ഒരു ചിരി തെളിയിച്ചവളിൽ. ഇരുളിലാണ്ട് കിടക്കുന്ന വീടിനെ ആകെ ഒന്ന് നോക്കി കോളിംഗ് ബെല്ലിൽ സതീശൻ വിരലമർത്താൻ തുടങ്ങും നേരം തന്നെയാണ് അകത്തുനിന്ന് ആ വാതിൽ തുറന്നൊരാൾ പുറത്തേക്ക് ഇരുട്ടിലിറങ്ങിയത്. കുന്നുമേൽ വീട്ടിലെ ശേഖരൻ. ചൂണ്ടുകൾ ഉരുട്ടി വിരട്ടതും അവന്റെ മനസ്സിലേക്ക് ഓടിയത് അലീനയുടെ വാക്കുകളാണ്. എന്തൊരു ഉൾപ്രേരണയാൽ പോലെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഇരുൾ മറിഞ്ഞു നിന്നവൻ. മാലു. ശേഖരൻ വിളിച്ചപ്പോഴും പുറത്തേക്കിറങ്ങി വന്നയാളുടെ നെഞ്ചോരം ചേർന്ന പോലെ നിൽക്കുന്ന തന്റെ അമ്മയെ ഞെട്ടലോടെയാണ് സതീശൻ നോക്കിയത്. അവന്റെ കണ്ണുകൾ അച്ഛനെ തേടിയതും കണ്ടു. ഒരു ചിരിയോടെ കുറച്ചപ്പുറം നിൽക്കുന്നയാളെ. മാലു. ഏതു വിധേനയും ആ അനാഥ പെണ്ണിനെ ഇവിടെ തിരികെ എത്തിക്കണം അലീനെ. അവൾ കണ്ടത്രയും ഞാൻ മോഹിച്ചത് കൊണ്ടാണ് നിങ്ങൾ ചോദിച്ച പണം അത്രയും കണക്ക് നോക്കാതെ ഞാൻ തന്നതും സതീശനുമായുള്ള അവളുടെ കല്യാണത്തിന് മുന്നിൽ നിന്നതും. മറന്നു പോകരുത് രണ്ടാളും അത്. എനിക്ക് അവളെ കിട്ടിയേ തീരൂ, ഇല്ലെങ്കിൽ ഇല്ലാതെയാവുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധമാവും. അറിയാലോ അത്. 2 ദിവസത്തിനുള്ളിൽ അവൾ ഈ വീട്ടിലുണ്ടാവും, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ. ശേഖരൻ അതോർത്ത് വിഷമിക്കേണ്ട. ശേഖരന്റെ വാക്കുകൾ അയാളെ ആശ്വസിപ്പിച്ച് തന്റെ പെറ്റമ്മ പറഞ്ഞ മറുപടിയും ഈയം ഉരുക്കി ഒഴിച്ചതുപോലെ പൊള്ളിച്ചു സതീശനെ. അറിയാതെ നിറഞ്ഞ കണ്ണുകൾ അടക്കാൻ പോലും മിനക്കെടാതെ ഇരുളിൽ നിന്നും പുറത്തേക്കിറങ്ങി ശേഖരന്റെ മുഖമടച്ച് തളങ്ങും വിലങ്ങും സതീശൻ അടിക്കുമ്പോഴും കൺമുന്നിൽ അവനെ കണ്ട ഞേട്ടലിൽ നിന്ന് മോചിക്കപ്പെട്ടിരുന്നില്ല അവന്റെ അച്ഛനമ്മമാർ.
അടിയേറ്റ് നിലത്ത് കിടക്കുന്ന ശേഖരനെ കാലുകൊണ്ട് ഒന്നുകൂടി തൊഴിച്ചെറിഞ്ഞ് തന്നെ ഞെട്ടിപ്പകച്ച് ഭയന്ന് നോക്കുന്നവരുടെ മുഖത്തേക്ക് കാർക്കി ചെന്ന് തുപ്പി ആ വീടിന്റെ പടി എന്നേക്കുമായി നടന്നു സതീശൻ. അലീന എന്ന പെണ്ണിനെ ലക്ഷ്യം വെച്ചുള്ള അവന്റെ ഓരോ കാലടിയും മനസ്സിൽ 1000 വട്ടം അവളുടെ കാൽക്കൽ വീണ് മാപ്പിരുന്നു കൊണ്ടിരുന്നവൻ. സ്വന്തം നിഴലും ചതിക്കുന്ന ഈ ലോകത്ത് അവൻ ഉള്ളു തുറന്ന് കരയാൻ അവൾ ഒരുത്തിയെ അപ്പോഴും ആ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന തിരിച്ചറിവിലാണവൻ. ആ ചിന്തയിൽ ചുറ്റും പടർന്ന അന്ധകാരത്തെ വകവയ്ക്കാതെ അലീന എന്ന വെളിച്ചത്തെ തേടി വേഗത്തിൽ നടന്നവൻ രാവിലിനെ പകലാക്കിയതുപോലെ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്